ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ഉപകരണമാണ് ഇൻവെർട്ടർ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇൻവെർട്ടർ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് അറിയാൻ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ എല്ലാവരോടും മറ്റുള്ളവരോടും പറഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ എവരുടെയും വീടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു ഉപകരണത്തെ പറ്റിയാണ്. അതായത് ഒരു ഇൻവെർട്ടർ, ഹൗസ് ഇൻവെർട്ടർ അല്ലെ ഹോം ഇൻവെർട്ടർ എന്ന് പറയും. ഒരു ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇലക്ട്രിക്കൽ ബാക്കപ്പാണ്. നമ്മുടെ വീട്ടിലെ ഒരു ഇലക്ട്രിക്കൽ ബാക്കപ്പ്. എപ്പോഴൊക്കെയാണോ KSEB സപ്ലൈ അല്ലെങ്കിൽ പബ്ലിക് ഇലക്ട്രിക്കൽ സപ്ലൈ നഷ്ടമാകുന്നത്, ആ സമയങ്ങളിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളിൽ നമുക്ക് ബാക്കപ്പ് പവർ സപ്ലൈ ചെയ്ത് നമ്മളുടെ ഉപകരണങ്ങളുടെ വർക്കിംഗ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപകരണങ്ങളുടെ വർക്കിംഗ് ഉറപ്പുവരുത്തുന്ന ഒരു ഉപകരണമാണ് ഇൻവെർട്ടർ. ലളിതമായി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിക്കൽ കണക്ഷൻ എപ്പോഴൊക്കെയാണോ പബ്ലിക് സപ്ലൈ കട്ടാവുന്നത്, ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് നമ്മളുടെ പോലും അറിവില്ലാതെ ഈ ഇൻവെർട്ടർ ബാറ്ററിയിലെ സപ്ലൈ, DC സപ്ലൈയെ ഒരു ഇൻവെർട്ടർ സർക്യൂട്ടിൽ കൂടെ നമ്മൾക്ക് ആവശ്യമുള്ള KSEB സപ്ലൈയുടെ മാച്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ള സപ്ലൈ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം യഥേഷ്ടം വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഒരു ഇൻവെർട്ടറിൽ വളരെ ഇതായിട്ട് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, അതിൻ്റെ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട്, പിന്നീട് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് സർക്യൂട്ട്, പിന്നീട് നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ലെഡ് ആസിഡ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സ്റ്റോറേജ് ബാറ്ററി. ഇതാണ് ബേസിക്കായിട്ട് നമ്മളുടെ ഒരു ലളിതമായ രീതിയിൽ ഒരു ഇൻവെർട്ടറെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഇൻവെർട്ടർ നമ്മളെ വീട്ടിൽ വാങ്ങുന്നതിന് മുമ്പായിട്ട് വളരെയധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും വളരെയധികം കണക്കൂട്ടലുകൾ നടത്തേണ്ടതായ ആവശ്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പവറുള്ള ഒരു ഇൻവെർട്ടർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ പവർ നമ്മൾ ആ ഒരു സിസ്റ്റം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതായത് ഭീമമായ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതിൽ കുറഞ്ഞ ഒരു പവറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുടെ പവർ ഔട്ടേജ് സമയം, പവർ ഔട്ടേജ് മീൻസ് കറണ്ട് കട്ട് ആവുന്ന സമയത്ത് നമ്മൾക്ക് ആ മുഴുവൻ സമയവും നമുക്ക് ഒരു ഇൻവെർട്ടറിൻ്റെ സേവനം ലഭ്യമല്ലാതെ അതിൻ്റെ പവർ തീർന്ന് ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു ഇൻവെർട്ടർ വാങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിൽ വെക്കണം, എന്തൊക്കെ കാൽക്കുലേഷൻസ് നടത്തണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യമായി നമ്മൾ ഒരു ഇലക്ട്രിക്കൽ വയറിങ് നടക്കുന്ന സമയത്ത് തന്നെ ശരിക്കും നമ്മൾ ഈ ഇൻവെർട്ടറിനെ പറ്റി മനസ്സിൽ ആലോചിച്ച് അതിനാവശ്യമുള്ള വയറിങ്ങുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ വീട്ടിൽ വയർ ചെയ്യുന്ന ഇലക്ട്രീഷ്യനൊക്കെ സംസാരിച്ച് ഏതൊക്കെ ഉപകരണങ്ങളാണോ നമുക്ക് ഒരു പവർ ഔട്ടേജിൻ്റെ സമയത്ത് കണക്ട് ചെയ്യേണ്ടത്, അതൊക്കെ നേരത്തെ തന്നെ അവർക്കൊരു ധാരണ കൊടുത്ത് ആ ഉപകരണങ്ങളിലേക്ക് ഇൻവെർട്ടറിൻ്റെതായ ഒരു വയറിങ് തീർച്ചയായിട്ടും നമ്മൾ വയറിങ്ങിൻ്റെ സമയത്ത് തന്നെ ചെയ്തു വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് അപ്പോൾ ഒരു ഇൻവെർട്ടർ ആവശ്യം നമ്മൾ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ലേ തന്നെ അത് വാങ്ങേണ്ട സമയത്ത് നമ്മൾക്ക് ഈ വയറിങ് എല്ലാം, ഇപ്പോൾ കൺസീൽഡ് വയറിംഗ് ഒക്കെ ആണെങ്കിൽ വയറിങ് എല്ലാം പൊളിച്ച് അതിന് വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ വയർ എടുത്ത് നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. അത് നമുക്ക് കൂടുതൽ സാമ്പത്തികമായ ഭാരവും ഇതുകൂടാതെ വീടിൻ്റെ ആ ഒരു ഭംഗിയെയും എല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ വീട് വെക്കുന്ന സമയത്ത് തന്നെ ആ ഇൻവെർട്ടർ വയറിങ് കൃത്യമായ രീതിയിൽ അവരോട് പറഞ്ഞ് അതിനുള്ള വയറിങ് ഒക്കെ നമ്മൾ ചെയ്തു വെക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മൾ ഒരു ഇൻവെർട്ടർ വാങ്ങുന്നതിന് മുമ്പായി നമ്മൾ
എന്തൊക്കെ ഉപകരണങ്ങളാണ്, ഏതൊക്കെ ലോഡുകളാണ് നമ്മൾ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതായത് ഓരോരോ ഉപകരണങ്ങൾക്കും അതിൻ്റെതായ വാട്ടേജ് അല്ലെങ്കിൽ ഒരു പവറുണ്ട്. ആ പവർ എത്രയെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ CF ട്യൂബ് ലൈറ്റിൽ, ഫ്ലോറസെന്റ് ട്യൂബ് ലൈറ്റിന് 40 വാട്ട്സ് വരെയാണ് അതിൻ്റെ പവർ. ഒരു ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60 തൊട്ട് 80 വാട്ട്സ് വരെ അതിൻ്റെ പവർ വരും. അതായത് ഒരു മണിക്കൂറിൽ അത് കൺസ്യൂം ചെയ്യുന്ന പവറിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ LED TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 60 to 90 വാട്ട്സ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഓരോരോ ഉപകരണത്തിൻ്റെ വാട്ടേജ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് പല പല ഇന്നോവേഷൻസ് അല്ലെ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടന്ന് പവറുകളൊക്കെ വളരെ കുറഞ്ഞ പവറിൽ, അതായത് നമ്മൾ പണ്ടൊക്കെ കൺവെൻഷണൽ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ബൾബിൻ്റെ ഏറ്റവും കുറഞ്ഞ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വാട്ട്സ് ആയിരുന്നു. 40 ഉണ്ടായിരുന്നു, 60 ഉണ്ടായിരുന്നു, 100 ഉണ്ടായിരുന്നു, 120, 160. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ CFL ലൈറ്റുകൾ, LED ലൈറ്റുകളൊക്കെ 10 വാട്ട്, 15 വാട്ട് ഈ റേഞ്ചിൽ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ BLDC ഫാൻ, പുതിയ തരം ഫാനുകൾ, DC ഫാനിൻ്റെയൊക്കെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 75-80 നിന്ന് നേരെ മാറി 40 വാട്ട്സിലേക്കാണ് വരുന്നത്. വളരെ കുറഞ്ഞ വാട്ടേജിൽ തന്നെ വളരെ ഉയർന്ന എഫിഷ്യൻസിയോടുകൂടി വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണക്ട് ചെയ്യേണ്ട ലോഡ് എത്രയാണെന്നുള്ള ഒരു ഏകദേശ ധാരണ, ഓരോ മുറിയിലും നമ്മൾക്ക് എന്തൊക്കെ ഉപകരണങ്ങളാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നുള്ളത് ഒരു ചെറിയ ഐഡിയ ഇലക്ട്രീഷ്യനുമായിട്ടും അല്ലെങ്കിൽ എഞ്ചിനീയർ, നമ്മളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറുമായിട്ട് സംസാരിച്ച് അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിനായിട്ട് പറയുകയാണെങ്കിൽ, ഒരു 40 വാട്ടിൻ്റെ ട്യൂബ് ലൈറ്റ്, ഒരു 5 ട്യൂബ് ലൈറ്റ്, അതുപോലെ തന്നെ ഒരു 75 വാട്ടിൻ്റെ 4 ഫാനുകൾ, ഇതാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടതായി വരുന്നതെന്ന് നമ്മൾ ചുമ്മാ ഒന്ന് അസ്യൂം ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ എടുക്കാൻ വേണ്ടി. അപ്പോൾ 40 വാട്ടിൻ്റെ 5 ട്യൂബ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 200 വാട്ട്സായി. അതുപോലെ തന്നെ 4 ഫാനുകൾ 75 വാട്ട്സിൻ്റെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 300ആയി. അപ്പം നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 + 200 500 വാട്ട്സാണ് നമ്മൾക്ക് നെറ്റായിട്ട് നമുക്ക് ഉപകരണങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പം എല്ലാ ഇൻവെർട്ടർ കമ്പനിക്കാരും അവരുടെ ഇൻവെർട്ടർ 100% എഫിഷ്യൻസി വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്രകാരം ഇതിൻ്റെ അകത്ത് പവർ ഫാക്ടർ എന്ന് പറയുന്ന സാധനമുണ്ട്. പവർ ഫാക്ടർ സാധാരണ ഇതിൽ 0.6 to 0.8 എന്നുവെച്ചാൽ വേറൊന്നും അതിൻ്റെ അകത്തൊന്നും ഭയപ്പെടാനില്ല. കാര്യം വെച്ചാൽ 60% തൊട്ട് 80% വരെ നമ്മളുടെ ഏത് ഉപകരണത്തിനും മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുകയുള്ളൂ. അതായത് ഇപ്പം നമ്മൾ 500 വാട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ 0.6 to 0.8 ഒരു 0.7, അതായത് നമുക്ക് ഒരു ആവറേജ് കണക്കെടുത്താൽ 0.7 എന്ന് പറയുമ്പോൾ 500 / 7, അപ്പം ഏതാണ്ട് 482 460 വാട്ട്സിനടുത്ത് നമുക്കത് കിട്ടുന്നു. പക്ഷേ ഒരു സേഫ്റ്റിക്കായിട്ട് എല്ലാ ആൾക്കാരും, നമ്മളുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം ഇരട്ടി, എത്രയാണോ പവർ നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഇരട്ടി പവർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിൻ്റെ വാട്ടേജിൻ്റെ പകുതി പവറുകൾ മാത്രമേ നമ്മൾ ഓൺ ലോഡായിട്ട് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയും നമുക്ക് മാക്സിമം ഡ്യൂറേഷനും സമയവും നമ്മൾക്ക് കിട്ടുള്ളൂ. അതിന് കാരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഉപകരണമാണെങ്കിലും, ഒരു ഫാനാണെങ്കിലും ഒരു LED TV ആണെങ്കിലും മറ്റുള്ള ഏത് ഉപകരണങ്ങളാണെങ്കിലും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം, അതായത് ആദ്യം അവരുടെ ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ എടുക്കുന്ന ഡ്രോ ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഏകദേശം നോർമൽ പവറിൻ്റെ 3 times. ഇപ്പം 60 വാട്ട്സ് ഉള്ള ഒരു ഉപകരണമാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിംഗ് ടൈമിൽ അത് ഏകദേശം 180 വാട്ട്സ് വരെ ഫോർ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡൊക്കെ ആയിരിക്കും അത്. പക്ഷെ എന്നാലും അത് ഇനിഷ്യലായിട്ട് അത് അബ്സോർബ് ചെയ്യുന്നത് ഹൈ പവറാണ്, അതായത് 3 ഇരട്ടി പവറോളം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് കൃത്യമായൊരു ബാക്കപ്പ് ഇല്ല എങ്കിൽ എന്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ
ഓവർലോഡായി ട്രിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്ര പവറാണോ നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഇരട്ടി പവറുള്ള ഒരു ഇതാണ് ഇൻവെർട്ടറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇൻവെർട്ടറിൽ നമുക്ക് ഉള്ള അതിൻ്റെ സർക്യൂട്ടിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു ഇൻവെർട്ടർ സർക്യൂട്ട്, പിന്നെ ഒരു ബാറ്ററി ചാർജിങ് സർക്യൂട്ട്. അതായത് കറണ്ട് ഉള്ള സമയത്ത് KSEB സപ്ലൈ നമ്മൾ അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു റെക്ടിഫയർ സർക്യൂട്ടിൽ കൂടെ അത് കുറഞ്ഞ് DC വോൾട്ടാക്കി അത് ബാറ്ററിയെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം പവർ കട്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇത് നേരെ തിരിഞ്ഞ് ഈ ബാറ്ററിയിലുള്ള സപ്ലൈ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെല്ലൊക്കെ ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് 12 വോൾട്ടാണ്. 12 വോൾട്ട് DC ആണ്. അപ്പോൾ 12 വോൾട്ട് DCയെ നമ്മൾ നേരെ ഇൻവെർട്ടർ സർക്യൂട്ടിൽ കൂടെ അതിനെ കൺവെർട്ട് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള ആവൃത്തി, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ KSEB സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, AC ആണ്. നമ്മുടെ ബാറ്ററിയിലുള്ളത് DC. അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പൊളാരിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഇത് കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ സൂചകമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 50 ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 50 പ്രാവശ്യം, ഒരു സെക്കൻഡിൽ തന്നെ 50 പ്രാവശ്യം ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DC നേരിട്ട് ഒരേ ഡയറക്ഷൻ, യൂണി ഡയറക്ഷനാണ്. അതിന് പൊളാരിറ്റി ഒന്നും ചേഞ്ച് ചെയ്തില്ല. പോസിറ്റീവ് നെഗറ്റീവ്, മറ്റേന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് എന്നാൽ പിന്നെ ഈ ജനറേറ്റർ ഇടുക്കിയിലെ പവർ സ്റ്റേഷനുകളിൽ AC ജനറേറ്ററിൻ്റെ ആവശ്യമുണ്ടോ, എന്നാൽ പിന്നെ DC ജനറേറ്റർ വെച്ചാൽ പോരെ. ഈ DC ജനറേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ. ഈ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ട്രാൻസ്മിഷൻ ലോസ് വരുന്നത് DC ആണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം AC ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ AC ഉപകരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിൽ ഈ ബാറ്ററിയിൽ നിന്നും ഈ DC കറണ്ടിനെ ഇൻവെർട്ടർ സർക്യൂട്ടിൽ കൂടെ അത് നമ്മൾ ആവശ്യമുള്ള ആവൃത്തിയിൽ അല്ലെ ഫ്രീക്വൻസിയിൽ AC സപ്ലൈ ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഈ കൺവെർട്ട് ചെയ്യുന്ന AC സപ്ലൈ അപ്പം നമുക്ക് അതിന് ആവശ്യമുള്ള വോൾട്ടേജ് ഉണ്ടാവില്ല, ചെറിയ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മളുടെ ഹൗസ് ഹോൾഡ് സിസ്റ്റമായിട്ട് മാച്ച് ചെയ്ത രീതി 230 വോൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടി അതിനൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ടാകും. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ കൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള, അതായത് ആ ഹൗസ് ഹോൾഡ് സപ്ലൈയുടെ കൃത്യമായ മാച്ചിങ് അതേ രീതിയിലുള്ള ഒരു AC സപ്ലൈ ആയിട്ട് മാറ്റും. ഈ സപ്ലൈ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് വഴി, നമ്മളുടെ വയറിങ്ങിൻ്റെ കണക്ഷൻ വഴി ഓരോരോ ഉപകരണങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് സ്ഥിരമായിട്ട് കറണ്ട് പോയ ഉടനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ ഈ സപ്ലൈയിൽ ആ ഉപകരണങ്ങൾ തീർച്ചയായിട്ടും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി നമുക്ക് മെയിനായിട്ടും ബാറ്ററിയെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇൻവെർട്ടറിനെ പറ്റി ഒന്ന് പറയാം. പ്രധാനമായിട്ടും 3 തരം ഇൻവെർട്ടറുകളാണ് നമ്മളുടെ ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. അതായത് സൈൻ വേവ് ഇൻവെർട്ടർ, മോഡിഫൈഡ് സൈൻ വേവ് ഇൻവെർട്ടർ, സ്ക്വയർ വേവ് ഇൻവെർട്ടർ. 3 തരം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഇൻവെർട്ടർ സർക്യൂട്ടിൻ്റെ പ്രത്യേകത വെച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ ആ ഡയറക്ഷണൽ ഫ്ലോ വെച്ചിട്ടാണ് ഈ സ്ക്വയർ വേവ്. ഇതൊന്നും നമ്മളധികം അറിയേണ്ട കാര്യമില്ല. ഒരു സാധാരണക്കാരന് അറിയേണ്ട ഒരേ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് വരുന്ന ഇലക്ട്രിക്കൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ സൈൻ വേവാണ്. അപ്പോൾ നമ്മളുടെ ഇൻവെർട്ടർ തീർച്ചയായിട്ടും സൈൻ വേവ് ഇൻവെർട്ടർ തന്നെ ആയിരിക്കും. അതായത് മോഡിഫൈഡ് സൈൻ ഇൻവെർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മോഡിഫൈഡ് സ്ക്വയർ വേവാണ്. അതിൽ സ്ക്വയർ വേവാണ് വരുന്നത്. സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ വേവായിട്ട് തന്നെയാണ് വരുന്നത്. പഴയ കാലത്തൊക്കെ ആദ്യമൊക്കെ നമുക്ക് സ്ക്വയർ വേവ് ഇൻവെർട്ടറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഉപകരണങ്ങളും ഒന്ന് ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളിൽ നിന്ന് ഇപ്പോൾ TV നിന്നാണേലും ബാക്കിയുള്ള ഫ്രിഡ്ജ് അങ്ങനെയുള്ള അൺയൂഷ്വൽ സൗണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സൗണ്ട്. അപ്പോൾ ഇതൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആക്ച്വൽ പവർ ലോസ്, നമ്മൾ കൊടുക്കുന്ന പവർ
ഉപകരണത്തിൽ തന്നെ ഹീറ്റ് എനർജി ആയിട്ട് പോകുന്നു, അതുപോലെ സൗണ്ടായിട്ട് പോകുന്നു, ഹിസിങ് സൗണ്ടുകൾ വരുന്നു. അപ്പോൾ പവർ ലോസ് കൂടുതലായിരിക്കും സ്ക്വയർ വേവ് ഇൻവെർട്ടർ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ വേവ് ഇൻവെർട്ടറൊക്കെ ആണെങ്കിൽ വില ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സൈൻ വേവ് ഇൻവെർട്ടർ തന്നെ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഈ ഒരു ഇൻവെർട്ടർ വാങ്ങുന്ന സമയത്ത് നമ്മൾക്ക് വലിയ റോളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ആരോടെങ്കിലും പറയുന്നു ഏതാ വാങ്ങണ്ടേ, ഒന്നുകിൽ ബ്രാൻഡഡ് ഒരു ഇത് പറയുന്നു, അതല്ലെങ്കിൽ ലോക്കൽ മെയ്ഡായിട്ട് ഇൻവെർട്ടർ ഇഷ്ടംപോലെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ ഇതായിട്ടുള്ള ഇൻവെർട്ടറുകൾ കിട്ടാനുണ്ട്, അത് വാങ്ങുന്നു. പക്ഷെ അതിൽ നമുക്ക് അറിയില്ല ഇത് എന്ത് വേവാണ് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത്, അല്ലെങ്കിൽ ഇതെന്ന്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനത്തിൻ്റെ സൈൻ വേവ് ഇൻവെർട്ടർ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പവർ ഇപ്പം നമുക്ക് 500 വാട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 1000 വാട്ട്സിന് അതിൻ്റെ ഇരട്ടി പവറുള്ള ഒരു ഇൻവെർട്ടർ തന്നെ വാങ്ങുക. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാറ്ററിയാണ്. ഇതിൻ്റെ ഏറ്റവും ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ പ്രത്യേകത വെച്ചാൽ പ്രധാനമായിട്ടും 3 തരം ബാറ്ററിയാണുള്ളത്. ഒന്ന് ലെഡ് ആസിഡ് സെല്ല്, മറ്റൊന്ന് മോഡിഫൈഡ് ട്യൂബുലർ ബാറ്ററി, മറ്റൊന്ന് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി. അതായത് ഈ ലെഡ് ആസിഡ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 to 5 years വരെ അതിൻ്റെ ലൈഫുണ്ട്. ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെഡ് ആസിഡ് സെല്ലാണ്. കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ആസിഡും അതുപോലെ തന്നെ ലെഡിൻ്റെതായിട്ടുള്ള ഇലക്ട്രോണും ഇതാണ്. അത് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ലെവലാണ്. ആ ഇലക്ട്രോലൈറ്റ് ലെവല് കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്ത് അതിന് 2 മാർക്കുണ്ട്. ഒരു പച്ച മാർക്ക് മേളിലുണ്ട്, താഴെ ഓരോരോ സെല്ലിലും സാധാരണയായിട്ട് ഒരു 6 സെല്ലാണ് ഉണ്ടാവുക. 6 സെല്ലിലും നമുക്ക് വളരെ ക്ലിയർ ആണ്, വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ലെവല് താഴെ ഒരു മിഡിലിന് താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ, ഇട്ടിക്കാണുന്ന എന്തെങ്കിലും വെള്ളം ഒഴിച്ചാൽ പോരാ, അത് പ്രത്യേകിച്ച് ബാറ്ററി വാട്ടർ എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഡിസ്റ്റിൽഡ് വാട്ടർ വാങ്ങി പ്രത്യേക ഒരു ഫണൽ ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഫണൽ ഉപയോഗിച്ച് നിറയ്ക്കുക. കുറച്ചായി നിറച്ച് ലെവല് പിന്നീട് നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ എല്ലാ സെല്ലുകളിലെയും ലെവല് മാത്രം ചെക്ക് ചെയ്യുക. പിന്നെ ഇത് പ്ലേസ് ചെയ്ത് കഴിയുന്നു നല്ല എയർ സർക്കുലേഷനുള്ള ഒരു ഏരിയയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. മിക്കവാറും 100% ആൾക്കാരും വെക്കുന്നത് കോണിപ്പടിയുടെ താഴെയായിരിക്കും. താഴെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു എയർ പാസേജ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാകണം. ഇനി ഈ ബാറ്ററി മറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെച്ചാൽ വളരെ കൊറോസീവായിട്ടുള്ള ആസിഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ ആസിഡ് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ പ്രതലങ്ങൾ നാശമാകും, നമ്മുടെ വസ്തുക്കൾ എന്തെങ്കിലും അതിനോട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നാശമാകും. അപ്പോൾ അത് മാത്രമല്ല നമ്മൾക്ക് ദേഹത്ത് പൊള്ളലേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാറ്ററി വെക്കുന്ന സ്ഥലം സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക, ഒരു തുറന്ന സ്ഥലത്ത് ഉപയോഗിക്കുക. ഇത് ടോപ്പപ്പ് ചെയ്യുമ്പോഴും ഓവർഫ്ലോ ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ലെഡ് ആസിഡ് സെല്ല്. പിന്നെ ട്യൂബുലർ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലുള്ള മെയിൻ്റനൻസ് ഒന്നും ആവശ്യം വരികയില്ല. ഏകദേശം 5 തൊട്ട് 6 വർഷം വരെ നമുക്കതിന് ലൈഫ് കിട്ടും. അതാണ് ട്യൂബുലർ ബാറ്ററിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഉള്ളതാണ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി. ഇതും നമ്മളൊന്നും ചെയ്യേണ്ട. അതായത് ഇലക്ട്രോലൈറ്റിന് പകരമായിട്ട് അത് ജെല്ലാണ് ഉപയോഗിക്കുന്നത്. അതൊരു കൺസീൽഡ് ബോക്സിലാണ്. ഏകദേശം നമ്മുടെ ട്യൂബുലർ ബാറ്ററിക്ക് 8 വർഷം വരെ സർവീസ് ഉണ്ട്, 6 അല്ല 8 വർഷം വരെ അതിന് ലൈഫുണ്ട്. ഈ കൺസീൽഡ് ബാറ്ററി മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിക്ക് 5 വർഷം വരെ അതിൻ്റെ ലൈഫ് നമുക്ക് പ്രതീക്ഷിക്കാം. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷമൊക്കെ കിട്ടും. പക്ഷേ എന്താ എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളതിനെ മാക്സിമം ഓടിക്കുക വെച്ചാൽ നമ്മളുടെ ബാറ്ററിയുടെ ലാഭം കറണ്ടിൽ തീർക്കും. അതായത് അതിൻ്റെ പവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ചാർജിങ് ആവും. ഓവർ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംഭവിച്ചാൽ നമ്മുടെ ഇലക്ട്രിക്കൽ ബില്ല് 500 രൂപയ്ക്ക് വരുന്ന 500 യൂണിറ്റ് വരുന്നത് 800 യൂണിറ്റിലേക്കൊക്കെ വരും. ഒരു മാസം തന്നെ 10-20 യൂണിറ്റൊക്കെ എക്സ്ട്രാ ചിലപ്പോൾ ഇത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഒരു ഡ്രൈവറിനെ വിളിച്ചിട്ട് ഒന്ന് ബാറ്ററിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ ചാർജ് ചെയ്യേണ്ടതാണെങ്കിൽ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബാറ്ററിയുടെ കാര്യത്തിൽ മെയിൻ്റനൻസിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഈ ബാറ്ററി നമ്മൾക്ക് എത്രമാത്രം പവറുള്ള ഒരു ബാറ്ററിയാണ് ആവശ്യം എന്നുള്ളത് അറിയുന്നത്. ബാറ്ററിയുടെ പവർ സാധാരണയായിട്ട് അത് ഇത് ചെയ്യുന്നത് ആംബിയർ അവേഴ്സിലാണ്. ആംബിയർ അവേഴ്സ് അതായത്
സാധാരണ 100 ആംബിയർ AH 100 AH എന്നുള്ള ആംബിയർ അവേഴ്സ് 100 ഉണ്ട്, 120 ഉണ്ട്, 80 ഉണ്ട്. അപ്പം നമ്മളുടെ പ്രധാനമായിട്ടും നമ്മളുടെ പവർ ഔട്ടേജ്, നമ്മൾക്ക് എത്രമാത്രം ലോഡ് ഇതിൽ വരുന്നുണ്ട്, പ്ലസ് എത്രമാത്രം സമയം ഇതിൽ ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ ഇതിൻ്റെ നമ്മളുടെ ബാറ്ററി സെലക്ട് ചെയ്യുമ്പോഴുള്ള ആംബിയർ അവർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആംബിയർ അവർ 100 ആംബിയർ അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, 100 ആംബിയർ 1 മണിക്കൂർ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബാറ്ററി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം അത് 100 ആംബിയർ ആണെങ്കിൽ 1 മണിക്കൂർ, 50 ആംബിയർ ആണെങ്കിൽ 2 മണിക്കൂർ, 25 ആംബിയർ ആണെങ്കിൽ 4 മണിക്കൂർ, 10 ആംബിയർ ആണെങ്കിൽ 10 മണിക്കൂർ. ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മളുടെ എത്ര ലോഡ് വരുന്നു എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ ആംബിയർ അവർ, എത്ര ആംബിയർ അവറിൻ്റെ എത്ര AHൻ്റെ ബാറ്ററിയാണ് വേണ്ടത് നമ്മൾ തീരുമാനിക്കുക. ഇത് ആവശ്യത്തിൽ കൂടുതൽ, വല്ലാണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഇത് കഴിഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, ചാർജിങ്ങിന് നമുക്ക് കൂടുതൽ കറണ്ട് ആവശ്യമായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഇനിഷ്യൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടും. അതുകൊണ്ട് ഒപ്റ്റിമം ആയിട്ടുള്ള ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കണക്കൂട്ടുന്നത് എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി കണക്കൂട്ടുന്നതിന് മുമ്പായിട്ട് നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ഒന്നാമത് നമ്മളുടെ ഇൻവെർട്ടറിന് വരുന്ന ലോഡ് എത്രമാത്രം ലോഡാണ്. നേരത്തെ നമ്മളൊരു റഫ് കാൽക്കുലേഷൻ എടുത്തിരുന്നത് 500 വാട്ട്സിൻ്റെ 500 വാട്ട്സിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ആദ്യം എടുത്തിരുന്നു. ഇനി അത് ഏകദേശം എത്ര സമയം നമുക്ക് ഈ പവർ ഔട്ടേജ്, അതായത് പവർ കട്ട് എത്ര സമയം ഉണ്ടാകും എന്ന് ഒരു ഏകദേശ ധാരണ. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു 3 മണിക്കൂർ നമുക്ക് എക്സ്ട്രാ ഈ ഇൻവെർട്ടറിൻ്റെ സേവനം ആവശ്യമായിട്ട് വരുമെന്ന് നമുക്കൊന്ന് കണക്കാക്കാം. അപ്പോൾ ഒരു 3 മണിക്കൂറാണ് നമുക്ക് പവർ ഔട്ടേജ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ബാറ്ററിയുടെ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് കണക്കൂട്ടേണ്ട ഇതാണ്, നമുക്ക് എത്ര പവർ ആവശ്യമുണ്ട്, വാട്ടേജ് 500 വാട്ട്സ് എത്ര സമയത്തേക്ക്, 3 മണിക്കൂർ ഇൻറ്റു 300 ഇൻറ്റു 3, അതായത് 500 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഓഫ് ബാറ്ററി. അതാണ് അതിൻ്റെ കണക്ക്. അതായത് നമുക്ക് റിക്വയർഡ് പവർ ബാക്കപ്പ് വാട്ടേജ് ഓഫ് ഒരു 500 ഇൻറ്റു പവർ ഔട്ടേജ് 3 എന്ന് പറയുമ്പോൾ 500 ഗുണം 3 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാറ്ററിയുടെ വോൾട്ട്. ഈ ഇതായിരിക്കും നമ്മളുടെ ആവശ്യമുള്ള ബാറ്ററിയുടെ ആംബിയർ അവർ. അപ്പോൾ ഇത് നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്ക് 500 ഗുണം 3 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 125ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബാറ്ററിയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആംബിയർ അവേഴ്സ്. അപ്പം 125ൻ്റെ ബാറ്ററി ആംബിയർ അവേഴ്സ് ഉള്ള ബാറ്ററി ചിലപ്പം മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. 120 ഉണ്ട്, 125 ഉണ്ടോ എന്നുള്ള ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട അതിനെ അടുത്ത മുകളിലുള്ള 130 AH ആണെങ്കിൽ 130 AH, അല്ലെങ്കിൽ 140 ആണ് 140 AH, അത് തന്നെ സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പവർ കട്ട് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഇൻവെർട്ടർ എക്സോസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യേണ്ട ഇൻവെർട്ടറിൻ്റെ പവർ എത്ര വേണമെന്നുള്ളത് നമ്മൾ കണക്കൂട്ടി, ആ ഇൻവെർട്ടറിലെ ബാറ്ററി ഏതായിരിക്കണം എന്നുള്ളത് കണക്കൂട്ടി. അപ്പോൾ നമ്മൾ ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ സമയത്ത് തന്നെ ഇത് പറയുക. പിന്നീട് നമുക്കിത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൺസീൽഡ് വയറിങ് എല്ലാം പൊളിച്ച് നമുക്ക് വയറിങ് വേറെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നമുക്കത് എക്സ്ട്രാ ധനനഷ്ടം ഉണ്ടാകും. ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പറയുക. പിന്നെ ഇതിൻ്റെ ഒരു റഫായിട്ട് ഒരു ഇത് പറയുമ്പോൾ, നമ്മളുടെ ഇൻവെർട്ടറിലേക്കുള്ള സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വയറാണ് വരുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഇത് 3ഉം നമ്മുടെ ഇൻവെർട്ടറിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇൻവെർട്ടർ ഔട്ടായിട്ട് വരുന്നത് ഒരേ ഒരു വയറേ സാധാരണ വരുള്ളൂ. കാര്യം വെച്ചാൽ ഓരോ ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന എർത്തും ന്യൂട്രലും
കോമൺ എർത്താണ്. അതായത് നമ്മളുടെ ഇലക്ട്രിസിറ്റി KSEB ഇലക്ട്രിസിറ്റിയുടെ സെയിം ന്യൂട്രൽ തന്നെയാണ് നമ്മൾ അവിടെ ഉപകരണത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഇൻവെർട്ടറിൽ നിന്നുള്ള ഫേസ് മാത്രമേ ഓരോ ഉപകരണങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും പരിജ്ഞാനം ഇല്ലെങ്കിലും ഇൻവെർട്ടർ വയറിങ് ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുക. ഔട്ടിലേക്കുള്ള ഇവിടുന്ന് ഇൻവെർട്ടർ ഔട്ടിലേക്കുള്ള സിംഗിൾ വയറാണോ അതിന് അല്പം നീളം കൂടുതലും ഉണ്ടാവണം. അപ്പോൾ അത് സാധാരണ ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ അറിയാം. അപ്പോൾ അത് നമ്മളതൊന്ന് ശ്രദ്ധിക്കുക, ആ വയറിങ് കറക്റ്റ് ആക്കുക. അതുപോലെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ, ഇതിൽ നിന്ന് പഞ്ചൻ്റ് സ്മെൽ, ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ടോ, ആസിഡിൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ, ആസിഡ് തിളച്ച് പുറത്തേക്ക് വരുന്നുണ്ടോ, ബാറ്ററി ചൂടാവുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിച്ചോണം. കാര്യം വെച്ചാൽ ഈ ബാറ്ററിയൊക്കെ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയോ സെല്ലുകൾ അകത്ത് നാശമായിട്ടുണ്ട് നമ്മളറിയാതെ. ഏതൊക്കെയോ ലെഡ് ഇലക്ട്രോഡുകളൊക്കെ നശിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് ഇത് ചൂടാവാനുള്ള കാരണം. ഇത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും കഴിഞ്ഞാൽ അത്യന്തികമായിട്ട് വരുന്ന KSEB ബില്ല്, ഈ നോർമൽ വർക്കിങ്ങിൽ കറണ്ടുള്ള സമയത്ത് ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓവർ ചാർജിങ് ആവും, ഹീറ്റാവും, പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല വായു സഞ്ചാരമുള്ള നല്ല ശ്രദ്ധയോടുകൂടി ആ ഓരോരോ ഉപകരണങ്ങളെ ശ്രദ്ധിക്കുക. പിന്നെ ഇൻവെർട്ടറിൽ നമുക്കൊരു എമർജൻസി ഒരു എക്സ്ട്രാ ഒരു ബ്രേക്കറുണ്ട്. അപ്പം നല്ല ഇടി മിന്നൽ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ ഓഫ് ചെയ്ത പോലെ തന്നെ ഈ ഇൻവെർട്ടറിലെ ബ്രേക്കറും ഓഫ് ചെയ്തിടുന്നത് വളരെ സേഫാണ്. നമ്മൾക്ക് ELCB വഴിയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഒരു അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരു ഇൻവെർട്ടറിൻ്റെ പവറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കി. ഇനിയും ഇതിനെപ്പറ്റി വിശദമായിട്ട് കുറേയധികം സംസാരിക്കാനുണ്ട്. നമ്മൾക്ക് ഏത് തരം ഇൻവെർട്ടറാണ്, ഏത് കമ്പനിയുടെയാണ്, ലോക്കൽ മെയ്ഡ് നല്ലതാണോ, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, വയറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം നീളമായി ദൈർഘ്യം കൂടുന്നു. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ കൂടെയാണ്. അപ്പോൾ അതിന് യാതൊരു മടിയും വേണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഞങ്ങളുടെ ചാനലിനെ പരിചയപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോയിൽ വളരെ മനോഹരമായ ഒരു ടോപ്പിക്കുമായിട്ടും ഇതുമായിട്ടും കാണാം. നന്ദി, നമസ്കാരം.